ഈ കുട്ടി ഈ ഒരു നാടൻ ക്യാരക്ടർ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എവ്രിബഡി ഇസ് വെയിറ്റിംഗ് ഫോർ ലിജോ ജോസ് പെല്ലിശ്ശേരി ഫിലിം. എല്ലാ വർഷവും ദേ ആർ എക്സ്പെക്ടിങ് സംതിങ്. അവരുടെ കടയിലെ കപ്പ എടുത്തങ്ങ് തന്നു എനിക്ക് പ്രാക്ടീസ് പഠിക്കാൻ. ലൈഫ് ജനറലി അൺസർട്ടൺ ആണ്. പക്ഷെ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടുതൽ അറിയും എന്ന് തോന്നുന്നു. മഴ പെയ്തിട്ട് ഞങ്ങൾ സെറ്റ് ഒലിച്ചു പോയിട്ടുണ്ട്, ഇങ്ങനെ പ്രളയം പോലെ വന്നിട്ടുണ്ട് ആ സമയത്ത്. ബട്ട് സ്റ്റിൽ ദേ മെയിൻറ്റെയിൻ ദ സ്പിരിറ്റ്. ശാന്തി ബാലചന്ദ്രനാണ് ഇന്ന് ക്യൂ അഭിമുഖത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. ഹലോ ശാന്തി. ഹായ്. ശാന്തി, 2017 തരംഗം, ഇപ്പോൾ 2021 ആഹ, 5 സിനിമകൾ. ഈ ഒരു 5 വർഷത്തിനിടയിൽ 5 സിനിമകൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 വർഷത്തിനിടയിൽ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് എനിക്കൊരു ലൈഫ് ലെസൺ ഉള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ അൺസർട്ടനിറ്റി ആയിട്ട് ഇച്ചിരി കൂടെ കംഫർട്ടബിളായി. എനിക്ക് തോന്നുന്നു അതിന് മുമ്പുള്ള എൻ്റെ ജീവിതം ഭയങ്കര ഒരു ഷെൽട്ടേർഡ് ലൈഫായിരുന്നു. ഐ ലിവ്ഡ് ഇൻ എ ലിറ്റിൽ ബബിൾ സറൗണ്ടഡ് ബൈ റിയലി ലവ്ലി പീപ്പിൾ. പിന്നെ എൻ്റെ പാത്ത് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് സ്ട്രേറ്റ് ഫോർവേഡ്. ഞാൻ ഭയങ്കര ആക്കഡമിക് സോണിലിരുന്ന ആളാണ്. So it seemed like, there was a certain way in which life would unfold. പക്ഷേ ദെൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഈസ് അൺസർട്ടൺ. ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ലൈഫ് ജനറലി അൺസർട്ടൺ ആണ്. പക്ഷേ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടുതൽ അറിയും എന്ന് തോന്നുന്നു. ആൻഡ് യു ബിക്കം കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. ആ അൺസർട്ടനിറ്റി ഇപ്പോൾ ഓവർകം ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലേ? ഓവർകം ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ സ്റ്റിൽ ഗെറ്റ് ആങ്ഷ്യസ്. ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് നമുക്ക് ഇപ്പോൾ എൻ്റെ കരിയർ തന്നെ നോക്കിയാൽ, ലൈക്ക് യു സെഡ് 2017 to 2021, ദാറ്റ്സ് 4 years. ആ 4 yearsൽ എൻ്റെ ഫിലിംസ് വരുന്നതിന് ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, പല കാരണങ്ങളാൽ എന്നാണ്. ഇപ്പോൾ ആദ്യം ഇറ്റ് വാസ് ബിക്കോസ് ഐ ഡി നോട്ട് ഫൈൻഡ് ദ റൈറ്റ് പ്രോജക്റ്റ്, or I didn't find something that I was excited by to commit to. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് താല്പര്യമുള്ള സിനിമ ചെയ്തു, പക്ഷെ അത് റിലീസാവാൻ കുറേ നാളെടുത്തു. ഇപ്പോൾ ജല്ലിക്കട്ടൊക്കെ അങ്ങനെയായിരുന്നു. 2018 ഷൂട്ട് ചെയ്ത ഫിലിമാണ്. പക്ഷേ ഈ ഫെസ്റ്റിവൽ സർക്യൂട്ടിലെല്ലാം പോയി കഴിഞ്ഞ് വന്ന് റിലീസായപ്പോഴത്തേക്കും 1 വർഷം കഴിഞ്ഞു. സോ ദെൻ ദർ വാസ് ദാറ്റ് വെയിറ്റ്. പിന്നെ ഇപ്പോൾ കൊറോണ. ഇപ്പോൾ 2020 ആക്ച്വലി 3 സിനിമകൾ ഇറങ്ങേണ്ടിയിരുന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. സോ ഐ തിങ്ക് ഐ ഹവ് ഗോട്ടൻ യൂസ്ഡ് ടു ദാറ്റ് ഇൻ എ സെൻസ് ദാറ്റ് യു ഹാവ് ടു ഗോ വിത്ത് ദ ഫ്ലോ. ഇപ്പോൾ ശാന്തിയുടെ സിനിമകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ശാന്തിയുടെ ഡയലോഗ് ഡെലിവറിയാണ്. പ്രത്യേകിച്ചും ചില സിനിമകൾ, പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള സിനിമയിൽ ശാന്തി പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് ഇണയാവാനും തുണയാനാവാനും ഓക്കെ, പക്ഷേ കീഴ്പ്പെട്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. എനിക്കൊന്ന് ജെൻഡർ ബേസ്ഡ് ഡിസ്കഷനുള്ള പല സമയത്തും ഈ ഡിസ്കോഴ്സിലും ഈ ശാന്തിയുടെ ഈ ഒരു ഡയലോഗ് ഡെലിവറി അത് ക്ലിപ്പിങ്ങുകളായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് ഡെലിവറി അത് ആ ഒരു വളരെ സ്വാഭാവികമായിട്ടും അതേസമയം കുറുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള ഈ സംഭാഷണം അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രാക്ടീസിലൂടെ അത് കൈവന്നതാണോ? അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അതിൻ്റെ റൈറ്ററിനും ഡയറക്ടറിനും തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ആ ക്ലിപ്പ് അത്രയും പോപ്പുലർ ആയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ആ പറയുന്ന കാര്യത്തിനോട് കണക്ട് ചെയ്യാൻ പറ്റി. അത് പർട്ടിക്കുലർലി ഈ ജനറേഷനിലുള്ള പെൺകുട്ടികൾ, we've all grown up with ambition. നമ്മളെല്ലാം പഠിപ്പിച്ചത് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളെ പോലെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ദിസ് എക്സ്പെക്ടേഷൻ ദാറ്റ് വി ഹാവ് ടു ടേക്ക് ബാക്ക് സീറ്റ്, ദാറ്റ് ആർ ഡ്രീംസ് ഹാവ് ടു ടേക്ക് എ ബാക്ക് സീറ്റ്, അത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഭയങ്കര ജാറിങ് ആണ്. അതിനോട് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പലരും ഈ സോഷ്യൽ പ്രഷർ കാരണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നതാണ്. പക്ഷെ ഉള്ളിൽ ചിലപ്പോൾ അത് അപ്പോഴും ഉണ്ടായിരിക്കും ദാറ്റ് വൈ ഷുഡ് ഐ ബി ദ വൺ ദാറ്റ് ഹാസ് ടു ബൗ ഔട്ട്. അങ്ങനെയുള്ള ആ ഫീലിംഗ് ഉള്ളത് കാരണമാണ് എനിക്ക് തോന്നുന്നു പലർക്കും ആ തോട്ടിനോട് കണക്ട് ചെയ്യാൻ പറ്റിയത്. അതൊരു ആ ഫിലിം ഫുൾ സെറ്റയറാണ്, ഹ്യൂമറിലൂടെയാണ്, ഡാർക്ക് കോമഡിയിലൂടെയാണ് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അത് കാരണം ഐ തിങ്ക് ആ പറയുന്നത് ആ കുറുക്കി കൊള്ളുന്നു എന്നുള്ളതിലും ഒരു മയത്തിലാണ് അത് വന്നിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് ബീൻ ഡെലിവേർഡ് ത്രൂ ഹ്യൂമർ. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഇസ് ടു ദ റൈറ്റർ ഡയറക്ടർ ശംഭു പുരുഷോത്തമൻ. അതുപോലെ ഡയലോഗ് ഡെലിവറി എനിക്ക് തോന്നുന്നു
ഇപ്പോൾ എല്ലാ സിനിമയിലും ഡയറക്ടേഴ്സ് അവർക്ക് ഒരു ക്ലിയർ വിഷൻ ഉണ്ടാവും എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അതിനോട് ചേർന്ന് ഡെലിവറി ചെയ്യാൻ നോക്കുക എന്നാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ തിങ്ക് സോ ഐ ഡോണ്ട് തിങ്ക് ഐ കൻ ടേക്ക് ക്രെഡിറ്റ് ഫോർ ഇറ്റ്. ഇപ്പോൾ ലിൻഡ എന്ന് പറഞ്ഞ സിനിമയിലെ പാപം ചെയ്യാത്തൊരു കല്ലരട്ടി എന്ന ക്യാരക്ടർ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതേസമയം എന്തെങ്കിലും ചെറുതായിട്ട് ഓവർ ആക്ട് ചെയ്താൽ ചളമായി പോകാനും സാധ്യതയുണ്ട്. അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആയിരുന്നു. ഇപ്പോൾ ശാന്തി തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിന് മുന്നേയും നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ എടുക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു പെൺകുട്ടിയായിട്ട് അവതരിപ്പിക്കുക, ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നോ? ഞാൻ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ഇങ്ങനെ പ്രശ്നം എന്തായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയാട്ടോ. ലൈക്ക് ഇറ്റ്സ് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഗിവ്സ് മീ സം കോൺഫിഡൻസ് ദാറ്റ് മേ ബി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും കൂടെ ആയിരിക്കാം. ഞാൻ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കാരണം സ്ക്രിപ്റ്റ് എടുത്ത് നന്നായിട്ട് വായിക്കുന്നതും അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനത്തെ ഒരു പ്രിപ്പറേഷനോടായിരിക്കില്ല യോജിപ്പ്. ചില ആൾക്കാർക്ക് they want a more spontaneous approach where you come on set and then you do what you're told. അല്ലാതെ നമ്മൾ ഒത്തിരി സൈക്കോ അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ ഇൻ്റർപ്രിറ്റേഷൻ മാത്രം പ്രസൻറ്റ് ചെയ്യുന്ന രീതി ചിലപ്പോൾ ദാറ്റ് മീ നോട്ട് വർക്ക് ഓൾസോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ദ കീ തിങ് ഇസ് ടു സ്റ്റേ അഡാപ്റ്റബിൾ. ഇത് നമുക്ക് ഒരു ക്രച്ചായി മാറരുത്. Like it should help you, but you should not become so reliant on it that you can't do anything else. അപ്പോൾ that is also something I'm learning to do, to let go, to just surrender to the process. അപ്പോൾ അതിനൊക്കെ നമ്മളുടെ കൂടെയുള്ള അപ്പോൾ ഏതൊരു സെറ്റിലാണെങ്കിലും everybody on set is actually working so that moment between action and cut goes really well. എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും everyone's trying to make it easy on the actors. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ വർക്ക് ചെയ്തതിൻ്റെയും കൂടെ ഗുണമായിരിക്കും. ഐ തിങ്ക് ഇഫ് യു ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വർക്ക്ഡ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഓവർ ദ ടോപ്പ്, ഐ തിങ്ക് ഐ ഹാവ് ടു ക്രെഡിറ്റ് ദ മേക്കേഴ്സ് ഫോർ ഇറ്റ്. ഇപ്പോൾ പറഞ്ഞല്ലോ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനാണ് വേണ്ടതെന്ന്. അതായത് ജല്ലിക്കെട്ടിൽ ലൊക്കേഷൻ എത്തിയപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ആ ഒരു റിയാക്ഷൻ ആയിരുന്നു അല്ലേ സോഫിയിൽ നിന്ന് വേണ്ടത്? അതെ, ബിക്കോസ് അതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇച്ചിരി റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അവരുടെ ഇമ്പൾസസിനെ ഫോളോ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ വെദർ ഇറ്റ് ഇസ് ലസ്റ്റ്, വെദർ ഇറ്റ്സ് ഗ്രീഡ്, വാട്ട് എവർ. ഇപ്പോൾ ആ 7 സിൻസും ആ സിനിമയിലുണ്ട്. അത് ഫോളോ അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാം അവർക്ക് അപ്പം തോന്നുന്ന പടി ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഒത്തിരി റിഹേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല വേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഓവർ ദ ടോപ്പ് അഗൈൻ. സട്ടിൽ തന്നെ ആയിരിക്കണം, എന്നാലും ഒരു ഓർഗാനിക് ഫീലും ഉണ്ടായിരിക്കണം, കുറച്ച് വൈൽഡ് ആയിരിക്കണം. അതെ. അപ്പോൾ സോ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻഫാക്ട് അതിലെ മെയിൽ ആക്ടേഴ്സിനുള്ള ബ്രീഫ് വാസ് ടു ജസ്റ്റ് ബി വൈൽഡ്. കാരണം അവർ അത്രയും അഗ്രഷൻ കാണിക്കുന്ന ക്യാരക്ടേഴ്സും കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഐ തിങ്ക് സോഫീസ് അഗ്രഷൻ ഇസ് എ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് അഗ്രഷൻ. ഇപ്പം സോഫി എന്നൊരു കഥാപാത്രത്തിന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒരു ആൽഫ മെയിലിനോട് അല്ലെ താല്പര്യം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലെ സോഫി. ഇപ്പോൾ ശാന്തിയുടെ ഒരു അർബൻ ഫീച്ചേഴ്സ് തന്നെ ഒരു അർബൻ ഫീച്ചേഴ്സ് ആണ്. അതിപ്പം സംസാരമാണെങ്കിൽ തന്നെയും വളരെയധികം ഒരു അർബൻ ഒരു സാമ്യത തോന്നുന്ന ഒരു സംസാര രീതിയാണ്. അപ്പോൾ ഒരു വില്ലേജ് ഗേളിലേക്ക് വരിക, നമുക്കൊട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറിലേക്ക് വരിക, അപ്പോൾ അത് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഐ റിയലി ഹാവ് ടു താങ്ക് മിസ്റ്റർ ലിജോ ജോസ് പെല്ലിശ്ശേരി ഫോർ കാസ്റ്റിംഗ് മീ ആസ് സോഫി. കാരണം പലപ്പോഴും അതിനു മുമ്പ് ഞാൻ ഓഡിഷന് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇല്ല ഈ കുട്ടി ഈ ഒരു നാടൻ ക്യാരക്ടർ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ്. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിരുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. പിന്നെ കോസ്റ്റ്യൂം, ഹെയർ, മേക്കപ്പ് ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് നമ്മളെ ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനാണ്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ എനിക്ക് ഐ ഫൈൻഡ് that moment when you're sitting in front of the mirror and makeup man ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്, ആ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ബിക്കോസ് യു സീ യുവർ സെൽഫ് ആസ് ദാറ്റ് ക്യാരക്ടർ ഇൻ ദ മിറർ. ആ ഡയറക്ടർ തരുന്ന ആ കോൺഫിഡൻസ് ഇസ് എ ബിഗ് ബൂസ്റ്റ്. The fact that LGP could see me as Sophie meant that okay, then I can
attempt the character. അപ്പോൾ എനിക്ക് എപ്പോഴും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ഇപ്പോൾ ആഹയിലെ ക്യാരക്ടറും ഭയങ്കര നാടനാണ്, പക്ഷെ ആഹയിൽ ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ജല്ലിക്കട്ട് ഇറങ്ങിയിട്ടില്ല. നോബഡി ഈവൻ നോസ് ദാറ്റ് ഐ എം ഇൻ ദാറ്റ് ഫിലിം. ജൂൺ 2019 എങ്ങാണ്ടുമാണ് ഞാൻ എൻ്റെ ഓഡിഷൻ കോളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഐ എം ഓൾസോ വെരി ഗ്രേറ്റ്ഫുൾ ടു ബിപിൻ ദാറ്റ് ഹി കുഡ് സ്റ്റിൽ സീ മീ ഇൻ ദാറ്റ് സ്പേസ്. കാരണം ഇതുപോലെ തന്നെയാണ് എപ്പോഴും മുമ്പ് ഒരു ഒബ്സ്റ്റക്കിൾ പോലെയായിരുന്നു. No, I think she's grown up in different parts of India and abroad. അത് കാരണം ചിലപ്പോൾ ഒരു തനി നാടൻ കുട്ടിയെ അവതരിപ്പിക്കാൻ പറ്റില്ലായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ നേരെ തിരിച്ചാണ് ഓൾമോസ്റ്റ്. ഇപ്പൊ വരുന്ന എല്ലാം നാടനായി. ഐ ഹാവ് ടു ബ്രേക്ക് ദാറ്റ് ഓൾസോ. ഇപ്പോൾ രാജ്യാന്തര ശ്രദ്ധ നേടിയ ഒരു സിനിമ ജല്ലിക്കെട്ട്, മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാൾ ലിജോ ജോസ് പല്ലിശ്ശേരി, ഇവരുടെ ഒരു വർക്കിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റാണ് കരിയറിൽ ഉണ്ടാക്കിയത്? ഡെഫിനറ്റ്ലി അതൊരു എന്ന് പറഞ്ഞാൽ ജല്ലിക്കട്ടിൻ്റെ കാസ്റ്റിൽ ഉള്ള ഒരാളെന്ന രീതിയിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് നമ്മളുടെ ഒരു ഫിൽമോഗ്രഫിക്ക് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഓൾമോസ്റ്റ് ഗിവ്സ് യു സർട്ടൻ ഇറ്റ്സ് ലൈക്ക് എ കോളിംഗ് കാർഡ്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴും മോസ്റ്റ് പീപ്പിൾ ഔട്ട്സൈഡ് കേരള ഹാവ് ഓൾസോ വാച്ച് ജല്ലിക്കട്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മൾ ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ they immediately know which film that is. So that is useful. ഒരു അഡ്രസ്സ് തരുന്ന പോലത്തെ I mean, it becomes like, something that you can connect to people outside Malayalam industry with also. ആ നിലയിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാരണം എവ്രിബഡി ഇസ് വെയിറ്റിംഗ് ഫോർ ലിജോ ജോസ് പെല്ലിശ്ശേരി ഫിലിം. എല്ലാ വർഷവും ദേ ആർ എക്സ്പെക്ടിങ് സംതിങ് that they have not experienced before with his films. അപ്പോൾ അങ്ങനെ ഒരു മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ that's always a great learning experience. ഇപ്പോൾ ശാന്തിയുടെ എനിക്ക് തോന്നുന്നു IFFK പ്രദർശിപ്പിച്ച സിനിമ 2 പേർ, ആ സിനിമയിൽ നമുക്കറിയാം വളരെ നീളത്തിലുള്ള ഡയലോഗുകൾ, നിർത്താതെയുള്ള ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സിനിമയിൽ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? കാരണം മറ്റ് സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരു സിനിമയും കൂടിയാണ്. ആക്ച്വലി ഞാൻ ആദ്യം ഫിലിമിന് വേണ്ടി ക്യാമറ ഫേസ് ചെയ്യുന്ന 2 പേരിന് വേണ്ടിയാണ്. കാരണം ഞാൻ 2016 ഒരു പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ടീസർ ട്രെയിലറൊക്കെ കണ്ടിട്ടാണ് പ്രേം ശങ്കർ 2 പേരുടെ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഈ ലോങ് ആയിട്ടുള്ള ഷോർട്സ്, ഇങ്ങനെ സിംഗിൾ ടേക്ക് കുറേ സീൻസ് അങ്ങനെ സിംഗിൾ ഷോട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് കംഫർട്ടബിൾ ഫോർ മീ. കാരണം നാടകം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ വൺസ് യുവർ ഇൻ ദ സീൻ, യുവർ ഇൻ ദ സീൻ. നമ്മളുടെ ചുറ്റും വേറെ ആൾക്കാരും ഇല്ല. ആൻഡ് യു ഹാവ് ടു മെയിൻറ്റെയിൻ സ്റ്റേ ഇൻ ക്യാരക്ടർ ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ പ്ലേ. അപ്പോൾ 2 പേർ എനിക്കൊരു ഗുഡ് ബ്രിഡ്ജ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അതിലിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കോ ആക്ടറായ ബേസിൽ ഞാൻ വണ്ടിയിൽ കയറും, ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് സംടൈംസ് ദ ഡയറക്ടർ വുഡ് ബി ഇൻ ദ ഡിക്കി. എന്നിട്ട് നമ്മളങ്ങ് ബേസിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് അഭിനയിക്കുക. ആൻഡ് ദാറ്റ് ഇസ് സച്ച് എ ഡിഫറെൻറ്റ് സ്കിൽ ഓൾ ടുഗെദർ. ആൻഡ് നമ്മളങ്ങനെ പോവുക. അപ്പോൾ വി വുഡ് ഗെറ്റ് ദീസ് ലിറ്റിൽ പോക്കറ്റ്സ് ഓഫ് ടൈം, 15 minute 20 minute ഒരു സീൻ ഫുൾ പെർഫോം ചെയ്തെടുക്കുക. അപ്പോൾ 3 ക്യാമറ ഉള്ളത് കാരണം ദ എഡിറ്റർ കൻ ഓൾസോ കട്ട് ഇഫ് റിക്വയർഡ്. പക്ഷെ വി ആർ ജസ്റ്റ് പെർഫോമിങ് ഇൻ വൺ ഗോ. എങ്ങനെ റീടേക്ക് ഒക്കെ ഒരുപാട് വേണ്ടി വന്നോ? കാരണം ദൈർഘ്യമേർ ഇത്രയും ഡയലോഗുകൾ കാണാതെ പിടിച്ച് പറയാന്നുള്ളത് തന്നെ ഒരുപാടൊന്നും വേണ്ടി വന്നിട്ടില്ല. ദാറ്റ്സ് ബിക്കോസ് വി യൂസ് ടു റിഹേഴ്സ്. നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആക്ച്വലി ആസ് ആക്ടേഴ്സ് നമുക്ക് വളരെ കുറച്ച് സമയം പെർഫോം ചെയ്യാൻ കിട്ടുന്നുള്ളൂ. നമ്മൾ യൂഷ്വലി ഇൻ എ സെറ്റ്, like, we are waiting for everything else to fall into place so that you can go and perform. And adinne samay edukkum, and that is part of the job. But sometimes you feel like, ഇച്ചിരി കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇത്. അപ്പോൾ in those terms അതിൻ്റെ പ്രോസസ് വാസ് നൈസ്. ബിക്കോസ് ആ ക്യാരക്ടേഴ്സായിട്ട് കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റി. ഇപ്പോൾ 5 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ജിന്നും ചതുരവും കൂടെ ഉണ്ട്, അത് റിലീസായിട്ടില്ല. ഈ ഇത്രയും കഥാപാത്രങ്ങൾ ഇപ്പം ടോട്ടൽ ഒരു 7 സിനിമ എന്ന് പറയാമല്ലേ? ഈ സിനിമകളിൽ ഏതെങ്കിലും സിനിമയിലെ കഥാപാത്രം ഇപ്പോഴും ശാന്തി ഇപ്പോഴും പിന്തുടരുന്നുണ്ടോ, ഹോണ്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കഥാപാത്രത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടോ? ആക്ച്വലി നോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. മേ ബി ഐ നീഡ് ടു പ്ലേ എ ക്യാരക്ടർ
വിച്ച് ലെറ്റ്സ് മീ ട്രൂലി സിങ്ക് മൈ ടീത്ത് ഇൻ. അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ ഐ ഹവ് നോട്ട് ഹാഡ് ദറ്റ് എക്സ്പീരിയൻസ് യെറ്റ്. മേ ബി അത് എനിക്കറിയില്ല, ചിലപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഇൻറ്റൻസ് ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴായിരിക്കും ആ എക്സ്പീരിയൻസ് കൂടുതൽ നിൽക്കാൻ തോന്നുന്നു. അല്ല, അതാണ് കാരണം ശാന്തി ഇപ്പോൾ 5 സിനിമകൾ അഭിനയിച്ചെങ്കിലും ആ 4 സിനിമകളാണ് നമ്മളെല്ലാം കണ്ടത്, മറ്റേത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ സിനിമകളിലൊക്കെ ശാന്തിയുടെ സ്ക്രീൻ സ്പേസ് കുറഞ്ഞതും കൂടിയതുമായ സിനിമകളിലൊക്കെ ശാന്തിയുടെ പെർഫോമൻസ് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. പക്ഷേ ശാന്തിയുടെ മുഴുവൻ കഴിവും യൂസ് ചെയ്തുള്ള ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ? I've just started. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇനിയും കുറേ ചെയ്യാൻ ഉണ്ട്, കുറേ പഠിക്കാനുണ്ട്. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ഈ ഗ്യാപ്പ് വരുന്നു എന്ന് പറയുന്നത് അത് ഇൻറ്റൻഷണൽ ഗ്യാപ്പ് അല്ല. ഓഫൻ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ എന്തുകൊണ്ടോ അത് ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ടൊരു വർക്ക് വന്നിട്ടില്ല. ഐ ഹാഡ് ടു വെയിറ്റ്. അതും പേഷ്യൻസ് പഠിപ്പിക്കും. ചിലപ്പോൾ അത് ഇംപേഷ്യൻ്റ് ആവും. ഓൾ ഓഫ് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ തിങ്, ദ ഗെയിം, ഐ തിങ്ക്. പക്ഷെ ഐ എം ഹോപ്പിംഗ് ഇങ്ങനെ ഇച്ചിരി കൂടെ സ്ക്രീൻ ടൈം ഉള്ള കഥയുടെ ഗ്രാഫിൻ്റെ കൂടെ തന്നെ ക്യാരക്ടറിൻ്റെ ഗ്രാഫും കൂടെ പോകുന്ന റോൾ കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ജല്ലിക്കെട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും വലിയൊരു സിനിമ, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സിനിമയിൽ, അപ്പോൾ ശാന്തിയുടെ ഒരു സ്ക്രീൻ സ്പേസ്, അതിനകത്ത് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തൊരു സിനിമയാണ്. അപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ? ശാന്തി എങ്ങനെയാണ് സോഫിയിലേക്ക് അദ്ദേഹം മോൾഡ് ചെയ്തത്? അതെനിക്ക് തോന്നുന്നു ഒരു സ്പെസിഫിക് പ്രോസസ്സായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ സീൻസും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്ന സീൻസും എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സോഫി ആരാണെന്നുള്ളൊരു പിക്ചർ എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ഈ നോട്ട്സ് ഉണ്ടാക്കുന്ന കാരണം ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ ഡയറക്ടറിനെ പോയി കാണിച്ചു. എന്നിട്ട് ഡയറക്ടർ വായിച്ചിട്ട് പറഞ്ഞു, ഇത് കറക്റ്റാണ്, ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ ഇനി ഇതെല്ലാം വിട്ടോളൂ, ഇനി സെറ്റിൽ വരുമ്പോൾ അപ്പോൾ പെർഫോം ചെയ്താൽ മാത്രം മതി. അതായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് വെയർ ഒത്തിരി നമ്മൾ ഡൈസെക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പെർഫോം ചെയ്യുക, അങ്ങനെയല്ലായിരുന്നു സെറ്റിൽ. ഇറ്റ് വാസ് ജസ്റ്റ് റെസ്പോണ്ടിങ് ടു ദ കോ ആക്ടർ, റെസ്പോണ്ടിങ് ടു ദ സിറ്റുവേഷൻ. എനിക്ക് പറഞ്ഞാൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഒരു കാര്യം വിച്ച് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ടു ലേൺ വാസ് ദാറ്റ് ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ സോഫി എന്ന ക്യാരക്ടർ അധികം സമയം സ്ക്രീനിലില്ല, പക്ഷെ സോഫിയെ പറ്റി വേറെ ക്യാരക്ടേഴ്സ് സംസാരിക്കുമ്പോൾ സോഫി സ്റ്റിൽ പ്രസന്റ്. അതായത് സോഫിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലും മറ്റ് സ്ത്രീകളുടെ സംസാരം അല്ലെങ്കിൽ ആന്റണിയുടെ കൂട്ടുകാരുടെ സംസാരം അതിലൂടെയൊക്കെയാണ്. അങ്ങനെയാണ് ഓഡിയൻസിന് ഈ ക്യാരക്ടറിന്റെ ഒരു പിക്ചർ കിട്ടുന്നത് തന്നെ. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഒരു ക്യാരക്ടറിന് സ്ക്രീനിൽ ഇല്ലാതെ തന്നെ സ്പേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊരു മേക്കറിന്റെ വിഷനിലാണല്ലോ ഇരിക്കുക. സോ ഐ തിങ്ക് ദാറ്റ് ഹാസ് സ്റ്റേഡ് വിത്ത് മീ, ദാറ്റ് ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് സ്ക്രീൻ ടൈം, there's still things that can be done both by the filmmaker and by the actor to round out, flesh out the character. ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് സാധാരണഗതിയിലെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ സ്ക്രിപ്റ്റ് പഠിച്ചിട്ടാണ് ലൊക്കേഷനിൽ എത്തുന്നത്. പക്ഷേ ഈ ജല്ലിക്കെട്ടിൽ റിഹേഴ്സലിന്റെ ആവശ്യമില്ല എന്ന് LJP പറഞ്ഞപ്പോൾ അതിനോട് എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമീപന രീതിയോട്? ഇല്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇല്ല, ഐ യൂഷ്വലി ഗോ വിത്ത് ദ ഫ്ലോ. അപ്പോൾ എനിക്ക് ലൈക്ക് ഐ സെഡ്, ഐ തിങ്ക് ഒരു ആക്ടറിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അഡാപ്റ്റബിൾ ആയിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ സംവെയർ ഐ തിങ്ക് വിൽ സ്റ്റാർട്ട് പെർഫോമിങ് ഓൺലി വാട്ട് വി നോ. ഇപ്പോൾ ഇഫ് യു സബ്മിറ്റ് ടു ദ ഡയറക്ടർ, നമ്മൾ വേറെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദേ വിൽ ബ്രിങ് ഔട്ട് സംതിങ് ന്യൂ ഫ്രം യു. അല്ലെങ്കിൽ നമ്മളുടെ പ്രോസസ്സിലൂടെ മാത്രം പോയിക്കൊണ്ടിരുന്ന ഐ തിങ്ക് ഒരേ രീതിയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ തിങ്ക് ഐ എം ലേണിംഗ് ടു റിയലി സബ്മിറ്റ്. ഇപ്പൊ ആഹയിൽ തന്നെ തണ്ടുടഞ്ഞ താമരയിൽ എന്നുള്ളൊരു ഗാനം, അതൊന്നും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ? യൂട്യൂബിലൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം, വളരെ ക്യൂട്ടായിട്ടാണ് ആ പാട്ടില് ശാന്തി അപ്പിയർ ചെയ്യുന്നത്. ആ പാട്ടില് ഇപ്പൊ മീൻ വെട്ടുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം പഠിച്ചെടുത്തോ മീൻ വെട്ടലൊക്കെ? ഐ മീൻ ഇതിപ്പോ ജല്ലിക്കട്ടില് കപ്പ വെട്ടുന്ന സീനില്ല, അതിന് മുമ്പ് I was they were making fun of me. കാരണം അവിടുത്തെ ചേച്ചിമാര് വന്ന് എന്നെ അവര് ചെയ്യുന്ന എന്ത് ക്വിക്ക് ആയിട്ടാണ് ഇങ്ങനെ ഫ്ലിക്ക്. അത് എനിക്കാണെങ്കിൽ അത്
അത്രയും കൈവഴക്കം ഇല്ലാത്ത കാരണം അത് അങ്ങനെ വരുന്നില്ലായിരുന്നു. സോ ഐ ആക്ച്വലി സാറ്റ് എന്നിട്ട് ദേ വർ സോ സ്വീറ്റ്. അവരുടെ കടയിലെ കപ്പ എടുത്തങ്ങ് തന്നു എനിക്ക് പ്രാക്ടീസ് പഠിക്കാൻ. പക്ഷെ നമ്മൾ ഷോർട്ട്ലി യൂസ് ചെയ്തത് വേറൊരു വെട്ടായിരുന്നു. സോ ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇരുന്ന് കപ്പ എങ്ങനെയാണ്, ബിക്കോസ് ഓണസ്റ്റ്ലി ഞാൻ അങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആളും അല്ല. വല്ലപ്പോഴും മൂഡ് തോന്നുമ്പോ കുക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ അത്രയും ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള സ്കില്ലില്ല. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു മീനിന്റെ സീനും. ബട്ട് ആഹയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് ഫിലിം ചെയ്തൊരു, അതിന്റെ ഡയറക്ടർ ആണെങ്കിലും ഭയങ്കര കാം ആൻഡ് കൂൾ ഗായ്. ഇപ്പോൾ ഒത്തിരി ദേഷ്യപ്പെടലൊന്നുമില്ല. ആൻഡ് ഈവൻ ദ സിനിമറ്റോഗ്രാഫർ ഭയങ്കര സെൻ ആയിട്ടുള്ളൊരു ആളാണ്. രാഹുൽ ബാലചന്ദ്രൻ എന്നാണ് പേര്. സോ ഐ തിങ്ക് ആ സെറ്റിൽ എവ്രിബഡി വാസ് ജസ്റ്റ് എക്സൈറ്റഡ് ടു വർക്ക്. എല്ലാവരും ഭയങ്കര, ഒത്തിരി സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. ഈ മഴ പെയ്തിട്ട് ഞങ്ങൾ സെറ്റ് ഒലിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ പ്രളയം പോലെ വന്നിട്ടുണ്ട് ആ സമയത്ത്. ബട്ട് സ്റ്റിൽ ദേ മെയിൻറ്റെയിൻ ദ സ്പിരിറ്റ്. ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. എല്ലാത്തിലും പ്രശ്നക്കാരിയാണ്. അപ്പോൾ ഇതിന് ആഹിലാണ് ഒരു കഥാപാത്രം. അത് കാരണമാണ് ഞാൻ ചെയ്തത്. ബിക്കോസ് യൂഷ്വലി ആക്ട്രസസിന് ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടർ കിട്ടാനാണ് യൂഷ്വലി വെയിറ്റ് ചെയ്യേണ്ടി വരിക. ബിക്കോസ് ടിപ്പിക്കലി യു ഗെറ്റ് ക്യാരക്ടേഴ്സ് ഹു ആർ വെരി സ്വീറ്റ് ആൻഡ് ഇന്നസെന്റ്. പക്ഷെ എനിക്ക് കിട്ടിയ 4 ക്യാരക്ടേഴ്സിന് മുമ്പ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും രീതിയിൽ ബാക്കി ക്യാരക്ടേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലൂടെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ആഹേല മേരി എന്ന് പറഞ്ഞാൽ ഇസ് എ വെരി സ്വീറ്റ് ഗേൾ, ദ ഗേൾ നെക്സ്റ്റ് ഡോർ ഹൂ has very small dreams, but dreams which are very precious to her. So it was a change for me to play that character. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ജിന്നും അതുപോലെ തന്നെ ചതുരവും. റോഷൻ മാത്യുവും സൗബിനുമാണ് അതിനകത്തെ കോ ആക്ടർ. എങ്ങനെയാണ് ആ സിനിമയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിലെ ഒരു പെർഫോമൻസിന്? ഇതിനെപ്പോലെ നിഷ്കളങ്കയാണോ അതോ കുഴപ്പക്കാരിയാണോ? അതിപ്പോ പറയാറായിട്ടില്ല. ജിന്നാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. ജിൻ ആക്ച്വലി ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പാണ് പാക്കപ്പ് പറഞ്ഞത്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. അപ്പോൾ എൻ്റെ പോർഷൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഹോട്ടലിൽ എല്ലാവരും താമസിച്ചു. അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ആർക്കിടെക്ചർ ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു നടുക്ക് ഒരു കോർട്ട്യാർഡും ചുറ്റും റൂംസ്. അപ്പോൾ ഇറ്റ് വാസ് റിയലി ലൈക്ക് എ ഹോസ്റ്റൽ. അപ്പോൾ അതുപോലെയായിരുന്നു അതിൻ്റെ സെറ്റിലെ ഒരു feeling. Everybody just, it was a very pleasant set, nice to work with. ഗിരീഷേട്ടൻ്റെ കൂടെ സെക്കൻഡ് ടൈം ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് വൈകുന്നേരം എല്ലാവരും തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ആരുടെങ്കിലും ഒരു റൂമിൽ വന്ന് എവ്രി വൺ വുഡ് ഹാവ് ഡിന്നർ ടുഗെദർ. അങ്ങനെ ഒരു ഇതായിരുന്നു. അതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല, കാരണം പറയുന്നില്ല. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ് ടു, അതൊരു ലാർജ് ക്യാൻവസിലുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർ മീ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ആ സ്കെയിലിൽ വർക്ക് ചെയ്യാൻ. പിന്നെ സാബിക്കയുടെ കൂടെ ഫസ്റ്റ് ടൈം ആയിരുന്നു. ആൻഡ് ലൈക്ക് ഐ തിങ്ക് ആ ബോണ്ടിങ് വാസ് ബേസ്ഡ് ഓൺ ഫുഡ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും പോയാൽ അവിടെ എന്താണ് നല്ലതെന്ന് ഹീൽ നോ. എന്നിട്ട് then we would get that on set for all of us. And ബാംഗ്ലൂർ ആണെങ്കിൽ ഫിഷ്, സീ ഫുഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ we used to eat a lot. അങ്ങനെ ഒരു ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്തൊരു ഫിലിമാണ് അത്. അതൊരു കമേഴ്ഷ്യൽ ഫിലിം തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ടു ബി എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബിഗ് സ്ക്രീൻ. അത് കാരണം തിയേറ്ററിൽ തന്നെ റിലീസാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചതുരം ഷൂട്ട് ചെയ്തത് ഈ വർഷം മാർച്ചിലാണ്, ഓൾമോസ്റ്റ് എക്സാക്ട്ലി 1 year ആഫ്റ്റർ വി ഫിനിഷ് ജിൻ. അത് അതിൻ്റെ ഓപ്പോസിറ്റ് വർക്കിംഗ് സ്റ്റൈലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് മോർ കണ്ടെയ്ൻഡ്. അപ്പോൾ കോവിഡ് സമയത്ത് എല്ലാവരും വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് സിദ്ധു പ്രിപ്പയർ ചെയ്ത ഒരു സ്ക്രിപ്റ്റും, അതിൻ്റെ സ്ക്രിപ്റ്റ് സിദ്ധുവും വിനോയ് തോമസ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ആയിരുന്നു എഴുതിയത്.
പിന്നെ ഫോർ മീ ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ വർക്ക് വിത്ത് റോഷൻ ഓൺ സ്ക്രീൻ. ഞങ്ങൾ നാടകം മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടായിരുന്നു ഫിലിമിൽ വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ അത് ചതുരം എന്ന ടൈറ്റിൽ വന്നത് 4 ക്യാരക്ടേഴ്സിൻ്റെ ഒരു കഥ എന്ന ഐഡിയയിലാണ്. ഇപ്പോൾ സ്വാസിക ഇസ് പ്ലേയിങ് വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ഇറ്റ്. അപ്പോൾ റോഷൻ, പിന്നെ അലൻസിയർ ചേട്ടൻ, പിന്നെ ഞാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നതാണ്, അതായത് അവർക്ക് ആക്ടിങ്ങിൻ്റെ ടെക്നിക്സ് ഒക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും, അവർക്ക് കുറച്ചുകൂടെ സ്വാഭാവികമായ രീതിയിൽ ആക്ട് ചെയ്യാൻ സാധിക്കും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് ആക്ടിങ്ങിന് എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്തത്? സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയാൻ ഇടയ്ക്ക് ഒരു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഞാൻ വളരെ കുറച്ച് പ്ലേസേ ആക്ച്വലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിനെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എനിക്കറിയാവുന്ന തിയേറ്റർ ആർട്ടിസ്റ്റ് എല്ലാം 50ഉം 100ഉം അതിൽ കൂടുതൽ പ്ലേസ് ചെയ്തിട്ടുള്ളവരാണ്. ഞാനാണെങ്കിൽ വളരെ കുറച്ച് പ്ലേസേ ചെയ്തിട്ടുള്ളൂ. സോ ഐ സ്റ്റിൽ ഫീൽ ലിറ്റിൽ വിയേർഡ് അബൌട്ട് കോളിങ് മൈസെൽഫ് വൺ. കാരണം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ല തിയേറ്ററിലാണെങ്കിലും. പക്ഷേ വാട്ട് ഐ ലേൺ ഫ്രം തിയേറ്റേഴ്സ് എന്താണ്, ഒന്ന് അത് ഇറ്റ് ബിൽഡ്സ് കമ്മ്യൂണിറ്റി ആൻഡ് ദാറ്റ്സ് റിയലി സംതിങ് ദാറ്റ് ഐ എൻജോയ് അബൌട്ട് തിയേറ്റർ. കാരണം നമ്മൾ ഒരു പ്ലേയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട സമയം വളരെ കൂടുതലാണ് കമ്മിറ്റ്മെൻറ്റ് വൈസ്. നമ്മൾ എല്ലാവരും ഞാൻ ചെയ്ത 2 പ്രൊഡക്ഷൻസ് ആണെങ്കിലും സ്മോൾ സ്കെയിലിൽ ചെയ്ത പ്രൊഡക്ഷൻസ് ആണ്. ലാർജ് പ്രൊഡക്ഷൻസ് വിത്ത് ഒരു സെപ്പറേറ്റ് ക്രൂ ഉള്ള പ്രൊഡക്ഷൻസ് അല്ലായിരുന്നു. ഇപ്പോൾ കാസ്റ്റ് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇപ്പോൾ കോസ്റ്റ്യൂം എടുത്ത് അടുക്കി വെക്കാനും സെറ്റ് ഡിസ്മാൻറ്റിൽ ചെയ്ത് വണ്ടിയിൽ കയറ്റി വിടാനും ഇതൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ചെയ്തത്. സോ ദെയർസ് എ പെർട്ടിക്കുലർ സെൻസ് ഓഫ് ഓണർഷിപ്പ് ദാറ്റ് കംസ് ഫ്രം ഇറ്റ് വിച്ച് ഇസ് നൈസ്. എനിക്ക് അത് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പ്ലേയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഒബ്വിയസ്ലി ആ ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ കൂടുതൽ സമയം നമുക്ക് കിട്ടും. ആ ലക്ഷറി നമുക്ക് സിനിമയിലില്ല. സോ രണ്ടും ഒബ്വിയസ്ലി നമ്മൾ പ്ലേ ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇൻ ദാറ്റ് സെൻസ് ഡെഫിനറ്റ്ലി ആ 2 പ്ലേസ് ചെയ്തതിൻ്റെ അതിൽ നിന്ന് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എഴുത്തിനോടുള്ള താല്പര്യം ശാന്തി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒബ്ലിവിയൻ എന്നൊരു മ്യൂസിക് വീഡിയോയിലെ റൈറ്ററായിരുന്നു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു, ഇപ്പോൾ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി തീർത്തിരിക്കുന്നു. അപ്പം ഈ എഴുത്തുമായിട്ട് എങ്ങനെയാണ്, എഴുത്തിനോടാണോ ആക്ടിംഗ് ആണോ, ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഐ തിങ്ക് ബിക്കോസ് കൊച്ചിലെ മുതലേ ഞാൻ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിലും താല്പര്യം ഉണ്ടായിരുന്നു. അത് പെർസ്യൂ ചെയ്യുകയും ചെയ്യായിരുന്നു. പല സമയത്തായിട്ട് ഫോക്കസ് ഇച്ചിരി കൂടുതൽ ഒന്നിലേക്കോ മാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഐ ഹവ് ഓൾവേസ് ഡൺ ദി അതർ തിങ് അലോങ് വിത്ത് ഇറ്റ്. ഇപ്പോൾ റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലെ മുതലേ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ലൈക്ക് ഐ എക്സ്പ്രസ് മൈസെൽഫ് ബെസ്റ്റ് വെൻ ഐ റൈറ്റ്. ഈ സംസാരിക്കുന്നതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്ക് ക്ലാരിറ്റി ഉള്ളത് എഴുത്തിലാണ്. അപ്പം അതെനിക്കൊരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും പറ്റി കൺഫ്യൂസ്ഡ് ആണെങ്കിലും എഴുതി കഴിയുമ്പോൾ ഐ ഫീൽ ബെറ്റർ. കാരണം നമ്മളുടെ തോട്ട്സ് ഒരു സമയത്ത് പല വഴിക്ക് പോവാം, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇറ്റ്സ് ലീനിയർ. നമുക്ക് ഓൺലി വൺ വേർഡ് ആഫ്റ്റർ ദി അതർ യു ക്യാൻ, ദാറ്റ്സ് ദി ഓൺലി വേ ടു റൈറ്റ്. സോ ദാറ്റ് ഹെൽപ്സ് മീ ടു ക്ലാരിഫൈ മൈ തോട്ട്സ്. അത് കാരണം എഴുത്തിനോടുള്ള സ്നേഹം പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഒബ്ലിവിയൻ എഴുതി അത് സ്ക്രീനിലേക്ക് വരുന്ന ആ ജേർണി എനിക്ക് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ EP കൂടെ ആയത് കാരണം ഐ ഹാഡ് ടു ബി പാർട്ട് ഓഫ് പുട്ടിംഗ് ദ ടീം ടുഗെദർ ആൻഡ് യുനോ മേക്കിംഗ് ഷുവർ ഇറ്റ് റീച്ച്ഡ് ദി ഓഡിയൻസ്. ആ ഒരു ഫുൾ ജേർണി ഫ്രം like from the level of an idea to the final product and taking it to ലൈക്ക് ഷെയറിങ് ഇറ്റ് വിത്ത് ദ വേൾഡ്. അത് ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയായിരുന്നു. പിന്നെ അതിൽ വർക്ക് ചെയ്തിരുന്ന പലരും എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു ഹാവ് ഫ്രണ്ട്സ് യു ക്യാൻ ഗോ ഓൺ ക്രിയേറ്റീവ് ജേർണീസ് വിത്ത്. സോ ഐ തിങ്ക് ആ രീതിയിൽ നോക്കുമ്പോൾ റൈറ്റിംഗ് എനിക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഏരിയ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഐ തിങ്ക് ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നതിന് അതിന് പെർട്ടിക്കുലർ ചാലഞ്ചസ് ഉണ്ട്. അത് ഐ തിങ്ക് ഐ എം സ്റ്റിൽ ലേണിംഗ്. അതിപ്പോൾ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു സ്ക്രീൻ പ്ലേ എഴുതിയപ്പോൾ തോന്നിയ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു?
സ്ക്രീൻ പ്ലേ എഴുതിയപ്പോൾ ഐ വർക്ക് വിത്ത് എ ഫ്രണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ കോ റൈറ്റേഴ്സ് ആയിരുന്നു. ഒബ്ലിവിയൻ്റെ ഡയറക്ടറായ ഡൊമിനിക് അരുൺ. അപ്പോൾ ആക്ച്വലി ഇത് ഞങ്ങൾ എഴുതാൻ തുടങ്ങിയത് 2018 അറ്റ് ദാറ്റ് പോയിന്റ് ഐ തിങ്ക് വി വാണ്ടഡ് ടു ഡു സംതിങ്. എനിക്ക് ആ സമയത്ത് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. തരംഗം കഴിഞ്ഞിട്ട് ഐ ഹാഡ് വെയിറ്റഡ് എ വൈൽ ആൻഡ് അപ്പോൾ ജല്ലിക്കെട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. സോ ഐ വാസ് ഫ്രസ്ട്രേറ്റഡ്. എന്നിട്ട് ഐ വാസ് ഗെറ്റിംഗ് ക്യാരക്ടേഴ്സ് വെച്ച് വെരി യൂണിഡൈമെൻഷണൽ, ഒന്നും ചെയ്യാനില്ല. കഥയിൽ നിന്ന് ആ ക്യാരക്ടറിനെ മാറ്റിയാലും കാര്യമായിട്ട് കഥയ്ക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, അതുപോലെയായിരുന്നു. ആൻഡ് എനിക്കത് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ യെസ് പറയുമ്പോൾ ഒരു കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. കാരണം സിനിമ ഭയങ്കര അൺസർട്ടൺ ആണ്. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളുടെ പോർഷൻസ് എല്ലാം ചെറുതായിട്ടുണ്ടാവും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ബി ഓക്കെ വിത്ത് ഇറ്റ്. പക്ഷെ നമ്മൾ യെസ് പറയുന്ന ഒരു മൊമെന്റിൽ മാത്രമേ ഒരു ആക്ടറിന് കൺട്രോൾ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫുൾ എനിക്ക് കൺവിക്ഷൻ ഇല്ലാത്ത പ്രോജക്ട്സിനോടൊക്കെ ഞാൻ നോ പറയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഡൊമിനിക്കിന് എനിക്ക് എഴുതാൻ ഇഷ്ടമെന്ന് അറിയായിരുന്നു. അപ്പോൾ ഹി വാസ് ലൈക്ക് വൈ ഡോണ്ട് യു റൈറ്റ്. അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് ഇക്വേഷൻ ആസ് റൈറ്റേഴ്സ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് സർട്ടൻ സ്ട്രെങ്സ് ആൻഡ് ഹി ഹാസ് അതർ സ്ട്രെങ്സ്. അപ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ആ ഡൈനാമിക് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു അതും ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ചാലഞ്ച് ഓൾസോ. കാരണം നമ്മൾ ചിലപ്പോൾ വിൽ ഡിസഗ്രി or one person will like something a lot, the other person will hate it. അത് അത്രയും എക്സ്ട്രീം ഇമോഷൻസിലൂടെയും ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരും. സോ ദാറ്റ് വാസ് ഓൾസോ ഫോർ മീ എ വെരി എൻറിച്ചിങ് എക്സ്പീരിയൻസ്. സ്ക്രീൻ പ്ലേ എഴുതാൻ പല ചാലഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്തിട്ടായിരുന്നു ആ ക്യാരക്ടർ അപ്പോൾ ഡെവലപ്പ് ചെയ്തത്. എനിക്ക് പ്ലേ ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിയിലായിരുന്നു ആ സമയത്ത് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ ഐ തിങ്ക് ഐ ഷുഡ് ബ്രാഞ്ച് ഔട്ട് ആൻഡ് നോട്ട് ജസ്റ്റ് റൈറ്റ് ഫോർ മൈ സെൽഫ് ബട്ട് ഓൾസോ ഫോർ അതർ ആക്ടേഴ്സ്. ദാറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. അല്ല, അതെങ്ങനെ സിനിമ ആക്കാനുള്ള പദ്ധതികൾ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡ്, അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ബീൻ ഈസി ടു ബി ഓണസ്റ്റ്. അതൊരു ഒത്തിരി ഒരു സ്റ്റാർ കാസ്റ്റ് ആവശ്യമുള്ള ഒരു പടമായിട്ടല്ല ഞങ്ങൾ എഴുതിയത്. കാരണം വി വാണ്ടഡ് ഇറ്റ് ടു ബി മോർ റിയലിസ്റ്റിക് ഇൻ ദ സെൻസ് ദാറ്റ് റിലേറ്റബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. ബട്ട് വെൻ യു അപ്രോച്ച് മോസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ദേ വാണ്ട് സംബഡി ഹു ക്യാൻ പുൾ ഇൻ ദ ബിഗ് ബക്സ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർസ്പെക്റ്റീവ് ഓൾസോ. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ആക്ടറിനെ വേണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടാവും. സോ അത് ഫിക്സ് ചെയ്യാനും അങ്ങനെ ഒരു ആക്ടറിനെ കണ്ടുപിടിക്കാനും അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഓൺ ആവാനും സമയം എടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഓൺ ആയതായിരുന്നു ഇടയ്ക്ക്, പക്ഷെ ദെൻ ഇറ്റ് did not work out. So it's been like a ഒരു റോളർ കോസ്റ്റർ. ഇപ്പോൾ തൽക്കാലം അത് ഒന്നും ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇഫ് ഇറ്റ്സ് മെന്റ് ടു ബി ഇറ്റ് വിൽ ഹാപ്പൻ എന്ന രീതിയിൽ. ആന്ത്രോപോളജിയിലെ ഓക്സ്ഫോർഡിൽ ഇപ്പോൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആന്ത്രോപോളജി എന്നൊക്കെ പറയും മാനവശാസ്ത്രം. നമുക്കറിയാം, ഇപ്പോൾ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള അറിവും അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം പല പല ക്യാരക്ടേഴ്സ് ആണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാനവശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഏതൊക്കെ രീതിയിലാണ് ഗുണം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഫീൽഡും, ആക്ടിങ് ആണെങ്കിലും ആന്ത്രോപോളജി ആണെങ്കിലും, ഒരു ബേസിക് ക്വാളിറ്റി നമ്മളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് എംപത്തിയാണ്. അപ്പം നമ്മൾ ആക്ടർ ആകുമ്പോൾ നമ്മൾക്ക് ആ ക്യാരക്ടർ, നമ്മൾ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിനോട് ഒരു എംപത്തി ഉണ്ടാവണം. നമ്മൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നണമെന്നില്ല. അവർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ ആ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവർ ശരിയാണ്. അപ്പം ആ ഒരു ലോജിക്ക് നമുക്ക് അവരുടെ ഒരു ഇന്റേണൽ ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം ആക്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ആന്ത്രോപോളജിസ്റ്റും ചെയ്യുന്നത്. അതായത് വേറൊരു കൾച്ചറിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമ്മൾ അവരുടെ കണ്ണിലൂടെ മനസ്സിലാക്കാൻ നോക്കുക. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനറലി ഒരു ജഡ്ജ്മെൻറ്റൽ ആവാതിരിക്കുക, ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവറിബഡി ഹാസ് റീസൺസ് ഫോർ വാട്ട് ദേ ഡു. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫീൽഡാണ് ആന്ത്രോപോളജി ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും. So I think in that sense there are things that help you in terms of perspective, to respect other perspectives even if you don't agree with them. ഇപ്പോൾ എമ്പതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, അതായത് പലപ്പോഴും ഈ ആക്ടേഴ്സിനോട് സോഷ്യൽ മീഡിയയ്ക്ക്
ഒട്ടും എമ്പതി ഇല്ലാത്ത സമീപനം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന രീതിയിലും മറ്റു പല ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ വിലയിരുത്തുന്ന രീതിയിലും ഫോട്ടോഷൂട്ടുകളൊക്കെ. അപ്പോൾ നമുക്കറിയാം ഈ സിനിമയിൽ അവസരം കിട്ടുന്നതിനേക്കാൾ കുറച്ച് പാടാണ് സിനിമയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഈ ഒരു സ്വഭാവം, ഈ അൺസർട്ടനിറ്റിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ വരുന്നു, കമൻറ്റുകൾ വരുന്നു. ആ രീതിയിലുള്ള സമീപനം, എമ്പത്തറ്റിക് അല്ലാത്ത സമീപനം ഉണ്ടാവാറുണ്ടല്ലോ. പ്രത്യേകിച്ചും ആക്ടേഴ്സിൻ്റെ അടുത്താണ് അങ്ങനെ ഒരു സമീപനം കൂടുതൽ ഉണ്ടാവുന്നത്. അതിനൊക്കെ ശാന്തി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആക്ച്വലി എനിക്ക് സോഷ്യൽ മീഡിയയോട് ഭയങ്കര ഒരു ആംബിഗ്വസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ആക്ച്വലി. ഐ തിങ്ക് ആംബിഗ്വസ് അല്ല, ആംബിവലൻറ്റ് എന്ന് പറയാം. ബിക്കോസ് I understand that in this day and age it is a platform that gives opportunities. അതായത് ഇപ്പോൾ എത്രയോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഡിഷൻ്റെ പോസ്റ്റർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടാൻ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ പ്രഷേഴ്സ് ദാറ്റ് സോഷ്യൽ മീഡിയ പ്ലേസ് ഓൺ പീപ്പിൾ, പബ്ലിക് പേഴ്സണാലിറ്റീസ് മാത്രമല്ല, പ്രൈവറ്റ് പ്രൊഫൈൽസ് ഉള്ള സാധാരണക്കാരിൽ പോലും ദ amount of pressure that social media puts is very high. ഇപ്പോൾ നമ്മൾ സംടൈംസ് ഇറ്റ് ബിക്കംസ് ഓവർവെൽമിങ്. ഐ ഓഫൺ ടേക്ക് ബ്രേക്സ്. ഇപ്പോൾ ഐ തിങ്ക് 4 months ഞാൻ ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ. ആഹ റിലീസ് ആവുന്ന കാരണമാണ് ഞാനത് റീആക്ടിവേറ്റ് ചെയ്തത്. സോ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടേക്ക് യുവർ വർക്ക് ടു മോർ പീപ്പിൾ. ആ ഒരു രീതിയിൽ ഇറ്റ് ഹെൽപ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എപ്പോഴും ഒരു റിയാലിറ്റി ചെക്ക് വേണം. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ടു ബി എ ഹൈലൈറ്റ് റീൽ. Like there's a famous saying that don't compare other people's highlight reels to your behind the scenes. കാരണം നമുക്ക് നമ്മളുടെ ബിഹൈൻഡ് ദ സീൻസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് അറിയുള്ളൂ. ബാക്കിയുള്ളവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ ഇറ്റ് സീംസ് ലൈക്ക് എവ്രി വൺസ് ഹാവിങ് എ ഹാപ്പി ടൈം, എവ്രി വൺസ് ഡൂയിങ് റിയലി വെൽ. സോ ദാറ്റ് കമ്പാരിസൺ മെൻറ്റാലിറ്റി സെറ്റ്സ് ഇൻ, which is not healthy. എത്രയോ സ്റ്റഡീസ് ഉണ്ട് സൈക്കോളജിയിലും ആന്ത്രപ്പോളജിയിലും വിച്ച് ടോക്ക് അബൌട്ട് ദിസ് കമ്പാരിസൺ മെൻറ്റാലിറ്റി വിച്ച് ഇസ് ഇൻക്രീസിങ്. ഈ സോഷ്യൽ പ്രഷർ അത് കൂട്ടിയിട്ട് ആൾക്കാർക്ക് സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാകുന്നുണ്ട്, ദി ഹാവിങ് ആങ്സൈറ്റി ഇഷ്യൂസ് കൂടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വെർച്വൽ വേൾഡ് ആണെന്നും നമ്മൾ ഇച്ചിരി ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ആൻഡ് ഐ തിങ്ക് എസ്പെഷ്യലി ഇഫ് യു ആർ എൻ ആക്ടർ, ലൈക്ക് ഒരു 10 വർഷം മുമ്പാണെങ്കിൽ പോലും ഒരു ആക്ടറിന് ഇച്ചിരി കൂടെ മൈൻഡ് സ്പേസ് ഉണ്ടായിരുന്നു. വി ഡിഡ്ന്റ് ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഡീൽ വിത്ത് അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ് അബൌട്ട് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. സോ യു ഹാഡ് മോർ ടൈം ടു ഡു അതർ തിങ്സ്. പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് വിസിബിലിറ്റി. ആൻഡ് അപ്പോൾ അതിൽ നിന്ന് യു ഹാവ് ടു കോൺഷ്യസ്ലി സ്റ്റെപ്പ് ബാക്ക്. അതർവൈസ് that becomes your life. And that's not healthy. ഏതായാലും വളരെ നല്ലൊരു ചാറ്റായിരുന്നു ശാന്തിയുമായിട്ടുള്ളത്. കൂടുതൽ അതെ, നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, പല വെറൈറ്റി ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. Thank you so much, Anupriya. It was lovely talking to you. Thank you, ശാന്തി.